ഹായ് സുഹൃത്തുക്കളെ, ഒരറിവും ചെറുതല്ല. ഇന്ന് ഒരുപാട് ദൂരം ഞങ്ങൾക്ക് പൈപ്പ് കൊണ്ടുപോകാനുണ്ട്. ക്ലോസറ്റിന്റെ ലൈനാണ്, വേസ്റ്റ് ലൈനും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വാട്ടർ ലെവൽ പിടിക്കുന്നത് മസ്റ്റാണ്. അപ്പോൾ മേലെ നിൽക്കുന്ന ആൾ കറക്റ്റായി പിടിച്ചതിന് ശേഷം താഴെ നിൽക്കുന്ന ആൾ എത്ര മീറ്റർ ആണോ അത്ര സെന്റി, അതായത് 10 മീറ്റർ ആണെങ്കിൽ 10 സെന്റി, 1 മീറ്ററിന് 1 സെന്റി എന്നുള്ള കണക്ക്. എന്നിട്ട് ഇതുപോലെ നൂല് ടൈറ്റാക്കി അടിച്ചിട്ട് ഓരോ മീറ്ററിൽ കട്ട വെക്കും. ഇവിടെ ടൈലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്, കാരണം മണ്ണിന് കുറച്ച് ഉറപ്പുള്ള സ്ഥലമായതുകൊണ്ട് ടൈല് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കറക്റ്റായി ടൈല് വെച്ച്, ഇല്ലെങ്കിൽ സിമെന്റ് ഇടുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് ലെവൽ ചെയ്തതിന് ശേഷം പൈപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് സ്പിറ്റ് ലെവൽ ചെയ്യും. കറക്റ്റ് അല്ലേ ചെയ്തതെന്ന് ഒന്നും കൂടെ കൺഫേം ആക്കാൻ. പിന്നെ എംസാൻഡും മെറ്റലും സിമെന്റും ഒക്കെ ഇട്ടിട്ടുള്ള കോൺക്രീറ്റ് സെറ്റാക്കും. കാരണം നമ്മൾ ചെയ്തു വെച്ചത് ഓരോ മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ടൈലും ഇപ്പം വെച്ചത്. ഒന്നെങ്കിൽ ടൈല്, അല്ലെങ്കിൽ കട്ട, അല്ലെങ്കിൽ കോൺക്രീറ്റ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഓരോ മീറ്ററിൻ്റെ ഇടയിൽ 50 സെൻറ്റ് ഗ്യാപ്പിൽ നമ്മൾ കോൺക്രീറ്റ് സെറ്റ് ചെയ്യും. കോൺക്രീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ചരിച്ചിടാതെ ഇതുപോലെ വിലങ്ങാക്കി ഇടുമ്പോൾ 2 ഭാഗത്തേക്ക് പൈപ്പിൻ്റെ 2 സൈഡിലേക്ക് ഇറങ്ങിയിട്ട് സെറ്റായി നിൽക്കും. അപ്പോൾ 2 ഭാഗത്തുള്ള കട്ടയും നടുക്കുള്ള കോൺക്രീറ്റും വരുമ്പോൾ ഒരിക്കലും പൈപ്പ് താന്നു പോവില്ല. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ കല്ലുകളൊക്കെ ഞങ്ങൾ പൊന്തി പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അതൊക്കെ ഞങ്ങൾ മണ്ണിടുന്നതിന് മുമ്പ് എടുക്കും. ഒരറിവും ചെറുതല്ല.